എന്തായടാ ചക്ക കിട്ടിയാ? കിട്ടി. തന്നെ എവിടുന്ന് കിട്ടിയടാ? അത് നമ്മളാ മായിനാജില്ലേ മൂപ്പരെടുത്തുന്ന. മായിനാജിന്റെ അടുത്തുനിന്നാ? അയാൾ ഒരു മനുഷ്യനൊരു മുതല് കൊടുക്കാത്ത ആളാണല്ലോ, എങ്ങനെ കിട്ടി? അതെന്ത് ജഫീക്കെ? അതൊരു ചക്കക്ക് 500 വെച്ച് 2 ചക്കക്ക് 1000 രൂപ മേടിച്ചോടോ. തന്നെടാ, അയാൾ അല്ലെങ്കിലും അങ്ങനെ തന്നെ. ഇങ്ങനെ ഒരു പൈസ പീർ നമ്മളെ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവൂല. മുതല് ഏത് കേടന്നു പോയാലും ഒരു മനുഷ്യനും കൊടുക്കൂല. അതിപ്പോ നോക്കിയിട്ട് കാര്യമില്ല. ഇപ്പൊ നാളെ കൊണ്ടാവാനുള്ളതല്ലേ. എനിക്കൊരു കാര്യം ചെയ്യണം. അഭി അതൊന്ന് മരത്തമ്മ കയറിക്കാണ്ടൊന്ന് പറിച്ചു തരുമോ? അതായിക്കോട്ടെ, അത് ഞാൻ പറഞ്ഞുതരാം. ഷെഫീഖ, എനിക്ക് കേൾക്കണ, മഞ്ചേരിയിൽ 5-6 ലക്ഷം റുപ്യ വാടക കിട്ടുന്ന ഒരു ബിൽഡിംഗ് അയാൾക്കുണ്ട്. അതിൻ്റെ സൈഡിൽ ഒന്നിനും പറ്റാത്ത ഫ്രിഡ്ജിൻ്റെ വലിപ്പമുള്ള ഒരു സ്ഥലമുണ്ട്. അതിന് ഒരു വികലാംഗൻ്റെ അടുത്ത് നിന്ന് ദിവസം 300 റുപ്യ അയാൾ വാങ്ങുന്നുണ്ട്. അത് ശരി. എന്താ ചെയ്യാൻ, മനുഷ്യന് എത്ര ഒരു ആർത്തില്ലേ. ഫസ്റ്റ് ഇയാൾ എന്നോട് പൈസ ചോദിച്ചപ്പോൾ ഞാനൊന്ന് നെട്ടി. ഞാൻ തമാശ പറയാമെന്ന് വിചാരിച്ച്. എനിക്ക് സങ്കടമായത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വന്നിട്ടിപ്പോൾ 6 മാസമായില്ലേ, പൈസയൊക്കെ കഴിഞ്ഞേക്കണേ. അപ്പോൾ ഇളച്ചിൻ്റെ കയ്യിൽ നിന്ന് ഒരു 1500 ഒന്ന് വാങ്ങിയതാണ്. 1000 ഇപ്പോൾ അയാൾക്ക് ഇത് കൊടുത്തു. ഇപ്പോൾ നാളെ എയർപോർട്ടിൽ പോകുമ്പോൾ റഹീമിന് ഇപ്പോൾ ഇങ്ങനെ കൊടുക്കാന്നുള്ളൊരു ഇതേ ഉള്ളൂ. അത് സാറിൽ എന്തെങ്കിലും ചെയ്യാം. എന്നാൽ ഈ ഇപ്പോൾ തന്നെ നമ്മൾ പോയിട്ട് നാളെ ഈ ഇട്ടുതരും. നിനക്കന്ന് പെട്ടിയിലൊക്കെ ഒന്ന് പാക്ക് ചെയ്യുന്നു. നാല് എന്നാ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വന്ന് ചെയ്ത് തന്നാൽ മതി. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഷെഫീഖ, ഇതടച്ച ഇന്ന് ചെല്ല, ഇതടച്ച അതിൻ്റെ ആവശ്യം നടക്കട്ടെ. ഇത് എപ്പോഴെങ്കിലും തന്നാൽ മതി. ആയിക്കോട്ടെ, എന്നാൽ ഇൻഷാ അല്ലാ. ഞാൻ എന്നാൽ പോയിട്ട് വിളിക്കട്ടെ. ഇടയ്ക്കുള്ള ആ മൗനങ്ങളിൽ അയാൾ എന്തൊക്കെയോ പറയാതെ പറയുന്നുണ്ട്. ഒരു പരോളിനെന്ന പോലെ വന്നെത്തിയ അയാൾ തൻ്റെ അവധിയും കഴിഞ്ഞ് എന്തെല്ലാം അനുഭവങ്ങളുടെ ഭാണ്ഡവും പേറിയിട്ടായിരിക്കും അയാൾ വീണ്ടും പ്രവാസ ജീവിതത്തിലേക്ക് കൈവീശി യാത്രയാവുന്നത്.